റേഡിയോ ശിവഗിരി റേഡിയോ സദസനിധ പനിധ മഗ മഗരിസ സദസനിധ പനിധ മഗ മഗരിസ ശിവഗിരി റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ദേവിക, അതിഥി ദിയ, അനാമിക. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. മഹാസമാധി ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് രാഷ്ട്രപതി. ട്രംപ് മോദി കൂടിക്കാഴ്ച നീളും. മുരാരി ബാബു സ്വർണം ചെമ്പാക്കിയത് മനഃപൂർവ്വം. നവി മുംബൈ ഫ്ളാറ്റിൽ തീപിടുത്തം, മരിച്ചത് തിരുവനന്തപുരം സ്വദേശികൾ. പതിവിനുള്ള വരുമാന പരിധി വർദ്ധിപ്പിച്ചു. മുരാരി ബാബു സ്വർണം ചെമ്പാക്കിയത് മനഃപൂർവ്വം. സ്കൂൾ കായികമേളയ്ക്ക് തുടക്കം. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്തു. ഗുരുദേവ സന്ദേശം സംഘർഷങ്ങൾക്ക് പരിഹാരം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. മഹാസമാധി ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് രാഷ്ട്രപതി. ഗുരു രാജ്യത്തിൻ്റെ ആത്മീയ ഭൂമികയെ സ്വാധീനിച്ചു. ദ്രൗപദി മുർമു. ശ്രീനാരായണ ഗുരു ഇന്ത്യയിലെ മഹാനായ ആത്മീയ നേതാക്കളിൽ ഒരാളും സാമൂഹിക പരിഷ്കർത്താവും ആയിരുന്നു എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ശിവഗിരിയിൽ നടന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ മഹാസമാധി ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ശ്രീനാരായണ ഗുരുവിൻ്റെ ഐക്യ സന്ദേശം എല്ലാ മനുഷ്യരും ഒരേ ദൈവിക സത്ത പങ്കിടുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. വർക്കല ഹെലിപ്പാഡിൽ നിന്ന് റോഡ് മാർഗം ശിവഗിരിയിലെത്തിയ രാഷ്ട്രപതി ഗുരുദേവ സമാധിയിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ച ശേഷമാണ് ഉദ്ഘാടന വേദിയിലെത്തിയത്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ വർക്കല ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവ സമാധി ശതാബ്ദി ആചരണ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഗുരുദേവന്റെ ശില്പം സമ്മാനിച്ചു. ട്രംപ് മോദി കൂടിക്കാഴ്ച നീളും. ക്വാലലംപൂരിൽ നടക്കുന്ന 47ാമത് ആസിയാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുക്കില്ല, പകരം വിർച്വലായി പങ്കെടുക്കും. ഇതോടെ ഈ വർഷം ട്രംപ് മോദി കൂടിക്കാഴ്ച നടക്കാനുള്ള സാധ്യത അവസാനിച്ചു. പ്രധാനമന്ത്രി തന്നെയാണ് ഉച്ചകോടിയിൽ വിർച്വലായി പങ്കെടുക്കുന്ന കാര്യം എക്സിലൂടെ അറിയിച്ചത്. നേരത്തെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയിൽ നരേന്ദ്രമോദി എത്തുമെന്ന് പ്രതികരിച്ചിരുന്നെങ്കിലും വിദേശകാര്യ മന്ത്രി S ജയശങ്കർ ആണ് ഇന്ത്യൻ സംഘത്തെ നയിച്ചത്. ഇതോടെ ന്യൂയോർക്കിൽ വെച്ച് ട്രംപ് മോദി കൂടിക്കാഴ്ച നടക്കാതെ പോകുകയായിരുന്നു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി ഊഷ്മളമായ സംഭാഷണം നടത്തി. പിരിച്ചുവിട്ടവരെ തിരിച്ചെടുത്തത് CPMന്റെ ഗുണ്ടാപ്പണിക്ക്. ഗുണ്ടാക്രമണ ബന്ധങ്ങളുടെ പേരിൽ സർവീസിൽ നിന്ന് പുറത്താക്കിയ ശേഷം രഹസ്യമായി തിരിച്ചെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനാണ് പേരാമ്പ്രയിൽ തന്നെ ആക്രമിച്ചതെന്ന് ഷാഫി പറമ്പിൽ MP, വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടറായ അഭിലാഷ് ഡേവിഡിനെതിരെ ആക്രമണത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഷാഫി വാർത്താസമ്മേളനം നടത്തിയത്. കൂടുതൽ തെളിവുകളും പരാതികളും ലോക്സഭ പ്രിവിലേജ് കമ്മിറ്റിക്ക് നൽകുമെന്നും ഷാഫി പറഞ്ഞു. നവി മുംബൈ ഫ്ളാറ്റിൽ തീപിടുത്തം, മരിച്ചത് തിരുവനന്തപുരം സ്വദേശികൾ. നവി മുംബൈ വാശിയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ അർദ്ധരാത്രി ഉണ്ടായ തീപിടുത്തത്തിൽ 4 പേർ മരിച്ചു. ഇതിൽ 3 പേർ ചിറയിൻകീഴ് സ്വദേശികളാണ്. ഷോർട്ട് സർക്യൂട്ട് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തെക്കുറിച്ച് മഹാരാഷ്ട്ര പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി. പതിവിനുള്ള വരുമാന പരിധി വർദ്ധിപ്പിച്ചു. സൗജന്യമായി ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള വരുമാന പരിധി നിലവിലുള്ള 1 ലക്ഷം രൂപയിൽ നിന്നും 2.5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചതായി റവന്യൂ മന്ത്രി K രാജൻ അറിയിച്ചു. ദീർഘകാലമായുള്ള ജനങ്ങളുടെ ഒരു ആവശ്യമാണ് ഇതോടെ നിറവേറ്റപ്പെട്ടത്. 2013 വരുമാന പരിധി 1 ലക്ഷം രൂപയായി നിശ്ചയിച്ചത്. കേരളത്തിലെ ജീവിത നിലവാരം അനുസരിച്ച് 1 ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി എന്നത് വളരെ കുറവായതിനാൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനം ഉള്ളവർക്ക് കമ്പോള വില ഒടുക്കി മാത്രമേ ഭൂമി പതിച്ചു നൽകാൻ കഴിയുമായിരുന്നുള്ളൂ. 1 ലക്ഷം രൂപ പരിധി 2.5 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുന്നതോടെ 10,000 കണക്കിന് ഗുണഭോക്താക്കൾക്ക് വളരെ സഹായകമാകും. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 2.25 ലക്ഷം പട്ടയങ്ങളാണ് വിതരണം ചെയ്തിട്ടുള്ളത്. മുരാരി ബാബു സ്വർണം ചെമ്പാക്കിയത് മനഃപൂർവ്വം.
ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട 2 കേസുകളിലും പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി ബാബുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത്. തുടർന്ന് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. സ്കൂൾ കായികമേളയ്ക്ക് തുടക്കം. ആവേശക്കടലായി തലസ്ഥാന നഗരി. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ധനമന്ത്രി KN ബാലഗോപാൽ കായികമേള ഉദ്ഘാടനം ചെയ്തു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയനും മന്ത്രി V ശിവൻകുട്ടിയും ചേർന്ന് ദീപശിഖ തെളിയിച്ചു. കായികമേളയിൽ തീം സോങ്ങും അവതരിപ്പിച്ചു. ഇതാദ്യമായാണ് സ്കൂൾ കായികമേളയിൽ തീം സോങ് അവതരിപ്പിക്കുന്നത്. മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ പ്രതിമ രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്തു. ഇന്ത്യയുടെ 10ാമത് രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വവും ലാളിത്യത്തിൻ്റെ പ്രതീകവുമായിരുന്നെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. പ്രമുഖ രാജ്യതന്ത്രജ്ഞനും നയതന്ത്രജ്ഞനുമായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം സമത്വം, സത്യസന്ധത, പൊതുസേവനം എന്നീ മൂല്യങ്ങൾ മുറുക്കി പിടിക്കാൻ എല്ലാവർക്കും പ്രചോദനമാണ്. രാജ്ഭവനിൽ സ്ഥാപിച്ച മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. അമീബിക് മസ്തിഷ്കജ്വര രോഗികളുടെ എണ്ണം ഉയരുന്നു. മിക്ക കേസുകളിലും ഉറവിടം അവ്യക്തം. എങ്ങുമെത്താതെ ആരോഗ്യവകുപ്പിൻ്റെ പഠനം. അമീബിക് മസ്തിഷ്കജ്വര രോഗികളുടെ എണ്ണം കുതിച്ചുയരുമ്പോഴും ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ച പഠനം എങ്ങുമെത്തിയില്ല. രോഗബാധയ്ക്ക് പാരിസ്ഥിതിക മാറ്റങ്ങൾ കാരണമാകുന്നുണ്ടോ എന്നറിയാൻ പഠനം നടക്കുന്നുണ്ടോ എന്നതിൽ പോലും വ്യക്തതയില്ല. അതിശക്ത മഴ. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്ത മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. മഹാസമാധി ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് രാഷ്ട്രപതി. ട്രംപ് മോദി കൂടിക്കാഴ്ച നീളും. മുരാരി ബാബു സ്വർണം ചെമ്പാക്കിയത് മനഃപൂർവ്വം. നവി മുംബൈ ഫ്ളാറ്റിൽ തീപിടുത്തം. മരിച്ചത് തിരുവനന്തപുരം സ്വദേശികൾ. പതിവിനുള്ള വരുമാന പരിധി വർദ്ധിപ്പിച്ചു. മുരാരി ബാബു സ്വർണം ചെമ്പാക്കിയത് മനഃപൂർവ്വം. സ്കൂൾ കായികമേളയ്ക്ക് തുടക്കം. മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ പ്രതിമ രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്തു. ഗുരുദൈവ സന്ദേശം സംഘർഷങ്ങൾക്ക് പരിഹാരം. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി ഷിഫ മിർസ 8E. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. US പ്രസിഡന്റ് ആര്? ഉത്തരം ഡൊണാൾഡ് ട്രംപ്. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ആര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.